ഗൈസ് അപ്പം നമുക്ക് ഇന്ന് ആ ഇഡ്ഡലി തട്ടിലെ വൈറൽ സാൻഡ്വിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ഇഡ്ഡലി തട്ടെടുത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു വറ്റൽമുളക്, എൻ്റെ വറ്റൽമുളകിന് കുറച്ച് എരിവ് കൂടുതലാണ്, അതുകൊണ്ട് ഒരെണ്ണം എടുത്തോളൂ കേട്ടോ. കുറച്ച് ഒരു വറ്റൽമുളക് ഇട്ട് 2 മുട്ടയും പൊട്ടിച്ച് വെച്ച് കുറച്ച് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് നോക്കി അതിൽ വെച്ച് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അതൊന്ന് വെന്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പേസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടോ. ആക്ച്വലി ഇതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞു, എങ്കിലും എനിക്കിപ്പോഴാണ് ഉണ്ടാക്കി നോക്കാൻ സമയം കിട്ടിയത്. അതിലേക്ക് ഞാൻ കുറച്ചൊരു ചിക്കൻ്റെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ആ പേസ്റ്റിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചിക്കനും കുറച്ച് സവാളയും കുറച്ച് ക്യാപ്സിക്കവും മാത്രം, തക്കാളിയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല, അത് മാത്രം ഇട്ടിട്ടൊന്ന് നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്ത് അതങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഈ ഫില്ലിങ്സ് അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മളത് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചപ്പോൾ. ഇതുണ്ടാക്കാനും വളരെ ഈസി ആയിട്ട് തോന്നിയിരിക്കും. നമ്മൾ മക്കളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് 4 മണിക്ക് ഒരു പലഹാരമായിട്ട് ഇത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടുണ്ട്, അവർ ഇഷ്ടത്തോടു കൂടെ തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും പതിപോലെ കാണാം കേട്ടോ. അപ്പോൾ പോട്ടെ, ബായ്.